നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർപ്പുവിളികളോടെയും ആഘോഷത്തോടെയും 2025 വരവേറ്റിരിക്കുകയാണ് ലോകം. മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ 2025 എന്നും ആശംസിക്കുന്നു. ലോകം കണ്ണുനട്ട് കാത്തിരുന്നപ്പോൾ പുതുവത്സരത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ 8.5 മണിക്കൂർ മുന്നേ ആയിരുന്നു ദ്വീപിലെ ആഘോഷം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 14 മണിക്കൂർ മുന്നിലായിരുന്നു അത്. കിരിബാത്തിക്ക് ശേഷം ന്യൂസിലാൻഡ്, ടോക്കോലോ, ടോങ്ല തുടങ്ങിയ പസഫിക് ദ്വീപുകളാണ് പുതുവത്സരം ആഘോഷിച്ചത്. ഫിജി, റഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളും പുതുവത്സരത്തെ വരവേറ്റു. ബഹിരാകാശത്ത് പുതുവത്സരം ആഘോഷിക്കുകയാണ് സുനിത വില്യംസും. 16 തവണയാണ് പുതുവത്സരം ആഘോഷിച്ചത്. ബഹിരാകാശത്ത് സുനിത ഉൾപ്പെടെ 72 പേരാണ് നിലവിലുള്ളത്. ഇവർ ഓരോ തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോഴും 16 സൂര്യോദയവും 16 സൂര്യാസ്തമയവും കാണുന്നു. അതുകൊണ്ട് തന്നെ 2025 ജാനുവരി 1 കാലചക്രം കറങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് 16 തവണ പുതുവത്സരം ലഭിക്കും. 2024 ജൂണിലായിരുന്നു സുനിത ബഹിരാകാശത്തെത്തിയത്. 8 ദിവസത്തെ ദൌത്യത്തിനായി ബോയിംഗ് സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിൽ നിന്നും പോയ സുനിതയും സഹപ്രവർത്തകരും സാങ്കേതിക കാരണങ്ങളാൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. 2025 മാർച്ചിൽ സുനിത ഭൂമിയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സ്ഥാനമൊഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പുതുവത്സര ആശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതുവത്സര ആശംസകളും എത്തിയിട്ടുണ്ട്. ഐക്യവും സുരക്ഷിതത്വ ബോധവും ശക്തിപ്പെടുത്തിയും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ഒരുമയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം വർദ്ധിച്ച പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന വർഷമാകട്ടെ 2025 എന്ന് അദ്ദേഹം ആശംസിച്ചു. പ്രതീക്ഷകൾ നിറയുന്ന വർഷമാണ് 2025 എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ചുറ്റുമുള്ളവർക്കും നന്മകൾ ചെയ്യാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനും പുതുവർഷത്തിൽ സാധിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വർഷം കൂടിയാകട്ടെ ഈ പുതുവർഷമെന്നും ആശംസിക്കുന്നതായി വി.ഡി. സതീശൻ പറഞ്ഞു. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ലെന്നും പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജാതി, മത, വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജ്ജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷം സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും ഒരിക്കൽ കൂടി മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2025 ഏറ്റവും സന്തോഷം നിറഞ്ഞതും പ്രതീക്ഷകൾ നിറഞ്ഞതുമായ ഒരു വർഷമാകട്ടെ എന്നും ആശംസിക്കുന്നു.